നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വിദ്വേഷ പരാമർശം. ആവോലി CPM ലോക്കൽ സെക്രട്ടറിക്കെതിരെ പരാതി നൽകി കോൺഗ്രസ്. മൂവാറ്റുപുഴയിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ ശ്രമമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബു ജോൺ. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഊന്നൽ. ആരക്കുട പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ബജറ്റ് അവതരിപ്പിച്ചത് വൈസ് പ്രസിഡന്റ് ബിജു തോട്ടുപടം. 12,98,84,429 രൂപ വരവുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതാ കമ്മിറ്റി ചേർന്നു. മൂവാറ്റുപുഴ നെസ്റ്റിലാണ് കമ്മിറ്റി ചേർന്നത്. മയക്കുമരുന്ന് വ്യാപനം തടയാൻ നിയമ ഭേദഗതി നടത്തണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. വനദിനാചരണം. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കേരളത്തിലെ പാമ്പുകൾ വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ. നഗരസഭയിൽ ടിൻ ബിന്നുകൾ സ്ഥാപിച്ചു. മൂവാറ്റുപുഴ നഗരസഭയും ഫെഡറൽ ബാങ്ക് ഹോർമീസ് മെമ്മോറിയൽ ഫൗണ്ടേഷനും സംയുക്തമായാണ് ബിന്നുകൾ സ്ഥാപിച്ചത്. നഗരസഭാ ചെയർമാൻ PP എൽദോസ് ഉദ്ഘാടനം ചെയ്തു. വേനൽക്കെടുത്തു. മൂവാറ്റുപുഴയിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണണമെന്ന് മുൻ MLA എൽദോ എബ്രഹാം. ജലജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് വേഗതയില്ലാതെ പാതിവഴിയിലാണെന്നും എൽദോ എബ്രഹാം. വാർത്തകൾ വിശദമായി. വിദ്വേഷ പരാമർശം നടത്തിയ ആവോലി CPM ലോക്കൽ സെക്രട്ടറിക്കെതിരെ പരാതി നൽകി കോൺഗ്രസ്. മൂവാറ്റുപുഴയിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ ശ്രമമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബു ജോൺ. സമൂഹ മാധ്യമത്തിലൂടെ മുസ്ലിം മതവിഭാഗത്തിനെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ ആവോലി CPM ലോക്കൽ സെക്രട്ടറി MJ ഫ്രാൻസിസിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സാബു ജോൺ DYSPക്ക് പരാതി നൽകി. മൂവാറ്റുപുഴയിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പുണ്യമാസമായ റമദാൻ മാസത്തിൽ ബോധപൂർവമായാണ് CPM നേതാവ് ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയതെന്ന് സാബു ജോൺ പറഞ്ഞു. CPMന്റെ മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗവും ആവോലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ ശ്രീ MJ ഫ്രാൻസിസ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കമന്റിലൂടെ മുസ്ലിം സമുദായത്തെ ആകെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയുണ്ടായി. അതിനകത്ത് തന്നെ മുസ്ലിം സമുദായം ഒന്നാകെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ളവരാണെന്നും 30 ദിവസം നോമ്പ് നോറ്റാൽ ഉമിനീരിറക്കാതെ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും പരിഹാരമാകുമെന്ന് ആണ് പുരോഹിതന്മാർ പഠിപ്പിക്കുന്നതെന്നുമാണ് ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലുള്ള ഒരു കമന്റ്. മുസ്ലിം സമുദായത്തെ ഒന്നാകെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഈ ലോക്കൽ സെക്രട്ടറി ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ഈ പ്രസ്താവനയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപലപിക്കുകയാണ്. നമുക്കറിയാം, ഈ രാജ്യം മതേതരത്വത്തിൻ്റെ പ്രാണവായു ഉൾക്കൊണ്ട ഒരു രാജ്യമാണ്. മതേതരത്വം എന്നുള്ള സങ്കല്പത്തിന് തന്നെ കളങ്കം വീഴ്ത്തുന്ന തരത്തിൽ, ഇവിടെ ഒരു മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ, മതവിദ്വേഷം വളർത്തുന്ന തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന CPMനെ പോലെയുള്ള ഒരു പാർട്ടിയുടെ സ്ഥാനത്തിരിക്കുന്ന ആള് അത് ഒരു തെറ്റുപറ്റിപ്പോയി എന്നുള്ള ഒറ്റ വരിയിലുള്ള ഒരു ഖേദപ്രകടനത്തിലൂടെ തീരുന്ന ഒന്നല്ല. ഈ മുസ്ലിം സമുദായത്തിന് എതിരായിട്ടുള്ള വിദ്വേഷ പ്രചരണത്തിലൂടെ നമുക്കറിയാം, മൂവാറ്റുപുഴ പോലുള്ള സ്ഥലം വളരെയേറെ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥലമാണ് മൂവാറ്റുപുഴ. നമുക്കറിയാം, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ഹിന്ദുക്കളും എല്ലാ സമുദായങ്ങളും ഇവിടെ ഒറ്റ മനസ്സോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അതിനൊരു വിള്ളൽ വീഴ്ത്തുന്ന തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇതുപോലെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇറക്കിയിട്ട് അതിന് ഇതുവരെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയെടുക്കുവാൻ ഈ പാർട്ടി തയ്യാറായില്ല എന്നുള്ളത് വളരെയേറെ ഖേദകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, പോലീസ് സ്റ്റേഷനിൽ DYSP കണ്ട് ഇദ്ദേഹത്തിനെതിരെ മതവിദ്വേഷ പ്രചാരണം നടത്തിയെന്നുള്ളതിൻ്റെ പേരിൽ കേസെടുക്കണം, ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസെടുക്കണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ പോലീസ് പോലും അത് വ്യക്തമായ രീതിയിൽ അവർ ആക്ട് ചെയ്യുന്നില്ല. പോലീസ് വളരെ ദുർബലമായ വകുപ്പിട്ടാണ് കേസെടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജാമ്യമില്ലാത്ത വകുപ്പിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും മാതൃകാപരമായ ഒരു ശിക്ഷാ നടപടി എടുക്കണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഭരണത്തിന്റെ മറവിൽ പ്രതിയെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഊന്നൽ നൽകി ആരക്കുട പഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ബിജു തോട്ടുപടമാണ് ബജറ്റ് അവതരിപ്പിച്ചത്.
പ്രസിഡന്റ് എസ് ലസീത അധ്യക്ഷത വഹിച്ചു. മാലിന്യ നിർമ്മാർജ്ജനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാർഷിക വികസനം, ഭവന നിർമ്മാണം, ആരോഗ്യ മേഖല എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ബജറ്റ്. 12,98,84,429 രൂപ വരവും 12,77,74,184 രൂപ ചെലവും 21,10,245 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കോ ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ടൂർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഞ്ചാവും മയക്കുമരുന്നും രാജ്യത്തെ യുവജനങ്ങളെ വൻ നാശത്തിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിൽ ശിക്ഷണ നടപടികൾ കർശനമാക്കുന്ന നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതാ സമിതി. നിയമത്തിലെ ഇളവ് ഉപയോഗിച്ചാണ് മയക്കുമരുന്ന് മാഫിയ രാജ്യത്ത് വലിയ തോതിൽ കഞ്ചാവ് വിപണനം നടത്തുന്നത്. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സംയോജിതമായ ഇടപെടലുകളിലൂടെ യുവാക്കളെ മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്ന് രക്ഷിക്കുവാൻ സാധിക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് രൂപതാ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ വനദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ എറണാകുളം സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനദിനാഘോഷ പരിപാടികളോടനുബന്ധിച്ച് കേരളത്തിലെ പാമ്പുകൾ എന്ന വിഷയത്തിൽ സുരക്ഷാ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടത്തിയ സെമിനാർ പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓക്സിജൻ നമുക്കിനി കാശ് കൊടുത്ത് മേടിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരും. ഓക്സിജൻ എടുക്കാൻ നല്ല ശുദ്ധമായി ശ്വസിക്കാൻ നമ്മൾ പാർലറുകളിൽ പോകേണ്ടി വരും. സാമൂഹ്യ വനവൽക്കരണത്തെക്കുറിച്ചും അതുപോലെ വനനശീകരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ ഹരിത ഭൂപടത്തിൽ നമുക്കറിയാവുന്ന പോലെ ആ ഇടം കുറഞ്ഞു വരുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പലപ്പോഴും മരം വെട്ടി നശിപ്പിക്കുന്നത് വികസന പ്രവർത്തനത്തിനാണെന്ന് പറയുമ്പോഴും നമുക്ക് ഓരോ ദിവസവും ഇന്ന് ഈ സമയത്ത് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, അല്ലേ? സർപ്പ വോളണ്ടിയേഴ്സും സ്നേക്ക് റെസ്ക്യൂവർമാരും ആയ സന്ദീപ് കൃഷ്ണദാസ്, ഫാസിൽ എന്നിവർ സെമിനാറിൽ ക്ലാസ് നയിച്ചു. എറണാകുളം സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ ഫെൻ ആന്റണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് BPO പ്രശാന്ത് TV, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവാഗോ തോമസ്, പങ്കാളിത്ത ഹരിതസമിതി പ്രസിഡന്റ് സാബു ജോൺ, സോഷ്യൽ ഫോറസ്ട്രി പെരുമ്പാവൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജിയോ ബേസിൽ പോൾ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ദിൽഷാദ് M എന്നിവർ പ്രസംഗിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ, മൂവാറ്റുപുഴ ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി മേറ്റുമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മൂവാറ്റുപുഴ നഗരസഭയും ഫെഡറൽ ബാങ്ക് ഹോർമിസ് മെമ്മോറിയൽ ഫൗണ്ടേഷനും സംയുക്തമായി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ ടിൻബിന്നുകൾ സ്ഥാപിച്ചു. ഫെഡറൽ ബാങ്കിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി നഗരസഭാ ചെയർമാൻ PP എൽദോസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സിനി ബിജു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൾ സലാം, പൊതുമരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസ അഷറഫ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മീര കൃഷ്ണൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ്, കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വേനൽക്കടുത്തതോടെ മൂവാറ്റുപുഴയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്ന് മുൻ MLA എൽദോ എബ്രഹാം. ജലജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് വേഗതയില്ലാതെ പാതിവഴിയിലാണ്. ഗ്രാമീണ റോഡുകളിൽ പൈപ്പ് സ്ഥാപിച്ചതല്ലാതെ വെള്ളം എത്തിക്കാൻ ആവശ്യമായ നടപടികളിൽ പുരോഗതിയില്ല. ആയിരക്കണക്കിന് പുതിയ കണക്ഷൻ കൊടുക്കാൻ നിശ്ചയിച്ചെങ്കിലും ടാങ്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടിയോ ജലലഭ്യത ഉറപ്പാക്കാനുള്ള കാര്യങ്ങളിലോ ഇനിയും തീരുമാനമായിട്ടില്ലെന്നും അടിയന്തര സാഹചര്യം കണക്കാക്കി പഞ്ചായത്തുകളിൽ ടാങ്കുകളിൽ വെള്ളം എത്തിക്കാൻ ജില്ലാ കളക്ടർ മുൻകൈ എടുക്കണമെന്നും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ നടപടി എടുക്കണമെന്നും എൽദോ എബ്രഹാം ആവശ്യപ്പെട്ടു. HCC വിമലഗിരി ഭവനാംഗമായ സിസ്റ്റർ വിനീത നിര്യാതയായി. സംസ്കാരം വ്യാഴാഴ്ച 2-ന് വിശുദ്ധ കുർബാനയോടുകൂടി വാഴപ്പള്ളി ഈസ്റ്റ് മടംവക സെമിത്തേരിയിൽ നടത്തപ്പെടും. പരേത കല്ലൂർക്കാട് ജൂബിലി മെമ്മോറിയൽ ആശുപത്രി, വെളിയൽച്ചാൽ, ഉടുമ്പന്നൂർ, നെയ്യശ്ശേരി, മൂവാറ്റുപുഴ ഇടവകകളിലെ പ്രാർത്ഥനാ ഗ്രൂപ്പ് ആനിമേറ്റർ, വാഴപ്പള്ളി ഭവനത്തിൽ സുപ്പീരിയർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ, എറണാകുളം. An inspiring journey into the future. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.